ഏത്തപ്പഴം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവാണ്. എന്നിരുന്നാലും നമുക്ക് ഏത്തപ്പഴം കുട്ടികളും ചിലർക്കും അതിന്റെ രുചി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കഴിക്കാറുമില്ല. എന്നാൽ ചിലർക്ക് ഏത്തപ്പഴം വയറിന് ഇറിറ്റേഷനും ഗ്യാസും ഏമ്പക്കവും വയറിളക്കവും ഉണ്ടാക്കുകയും ചെയ്യും. എന്നാൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാകാത്ത രീതിയിൽ ഏത്തപ്പഴം കഴിക്കണമെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയ ഏത്തപ്പഴം കഴിക്കാൻ നോക്കുക. പഴുത്ത പുഴുങ്ങിയ ഏത്തപ്പഴം കഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം. ഒന്ന്, എളുപ്പം ദഹിക്കും. നമ്മൾ ഏത്തപ്പഴം പുഴുങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഫൈബറുകൾ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുന്നതുകൊണ്ട് അതിനകത്തുള്ള വൈറ്റമിൻസും മിനറൽസും ശരീരത്തിൽ നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിൽ എനർജി സോഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, പെട്ടെന്ന് ഊർജ്ജം ഉത്പാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം തന്നെയാണ് നല്ലത്. ഏത്തപ്പഴത്തിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് തന്നെ ഊർജ്ജം പെട്ടെന്ന് കൂടുകയും ഇത് ഹാർട്ടിന് സപ്പോർട്ടീവാണ്, BP കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും. നമ്മൾ പഴുത്ത ഏത്തപ്പഴം പുഴുങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ ചെറിയ അളവിൽ പൊട്ടാസ്യം അലിഞ്ഞു പോകുമെങ്കിലും ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കും. കാരണം പുഴുങ്ങുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സഹായിക്കും. വൈറ്റമിൻ സിയും വളരെ ഉയർന്ന അളവിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. നല്ലൊരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്. ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ കുറച്ച് പുഴുങ്ങിയ ഏത്തപ്പഴത്തിനകത്ത് നല്ല നെയ്യും കൂടെ ചൂടാക്കി ചേർത്തൊഴിച്ച് കുട്ടികൾക്ക് പതിവായിട്ട് നൽകി നോക്കുക. ആരോഗ്യവും കിട്ടും, നല്ല ഉന്മേഷവും കുട്ടികൾക്കുണ്ടാവും, രോഗങ്ങൾ വരുന്ന ടെൻഡൻസി കുറയുകയും ചെയ്യും. അതോടൊപ്പം മെഗ്നീഷ്യം, പൊട്ടാസ്യം, കാൽഷ്യം, അയൺ, സിങ്ക് പോലുള്ളവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ഗുണങ്ങളുള്ള ഈ ഭക്ഷണം നമുക്ക് ഒരേപോലെ മനുഷ്യന് മാത്രമല്ല നമ്മുടെ കുടലിനകത്ത് ജീവിക്കുന്ന ബെനിഫിഷ്യൽ ബാക്ടീരിയകൾക്കും ഗുണകരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുഴുങ്ങിയ ഏത്തപ്പഴത്തിനെ ഒരു പ്രോബയോട്ടിക് ഭക്ഷണം എന്ന് വിളിക്കാൻ സാധിക്കും. പ്രോബയോട്ടിക് ഭക്ഷണമാകുന്നത് കൊണ്ട് തന്നെ കുടലിനകത്തുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയ വർദ്ധിക്കുന്നതും കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും. ഇടയ്ക്കിടയ്ക്ക് അലർജി ടെൻഡൻസി വരുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇനി ഏത്തപ്പഴം കിട്ടിയാൽ കളയരുത്. നല്ല പഴുത്ത ഏത്തപ്പഴം വാങ്ങി പുഴുങ്ങി നല്ല ചൂടോടുകൂടി കുട്ടികൾക്ക് നൽകുക, വയസ്സായവർക്ക് നൽകുക. പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും, ഉന്മേഷവും കൂടും, ആരോഗ്യവും വർദ്ധിക്കും.